നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സിക്ക് നേരെ വധഭീഷണി ഉയർന്ന കാര്യം ഇപ്പോൾ US പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. വേൾഡ് കപ്പിൻ്റെ സമയത്ത് നടന്ന കാര്യങ്ങളാണ് അവരിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ സമയത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ ഇതാ US പോലീസ് പുറത്തുവിട്ടിരിക്കുന്നു. അവരുദ്ധരിച്ചുകൊണ്ട് സ്പാനിഷ് മാധ്യമം മാർക്ക ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ റിപ്പോർട്ടിൻ്റെ ബേസ് മാർക്കയാണ്. നിങ്ങൾക്ക് ഓൾറെഡി മലയാളത്തിലെ മറ്റു മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഈ റിപ്പോർട്ടിൽ പറയുന്നത് FBI അതുപോലെ IPCC ഇൻ്റർനാഷണൽ പോലീസ് കോപ്പറേഷൻ സെൻറ്റർ ഒരുമിച്ച് വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഡീൽ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി ത്രെട്ടുകളെ കുറിച്ചാണ് ഈ റിപ്പോർട്ടിൽ ഇപ്പോഴുള്ളത്. അതിൽ ഏറ്റവും അധികം വന്നിട്ടുള്ള ഒരു ത്രെട്ട് എന്ന് പറഞ്ഞാൽ ലയണൽ മെസ്സിക്ക് നേരെയുള്ളതാണ്. ഒരു ചാവേറാക്രമണ രൂപത്തിലുള്ള ഒരു ത്രെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും അധികം ത്രെട്ടുകൾ വന്നതും മെസ്സിക്ക് നേരെയാണെന്ന് ശ്രദ്ധിക്കണം. ഈ ചാവേറാക്രമണ രൂപത്തിൽ വന്നത് അർജൻറ്റീന വേഴ്സസ് ജോർദാൻ മത്സരം. ആ മത്സരത്തിന് മുമ്പ് ഒരാൾ ഡല്ലസ് എയർപോർട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്, തൻ്റെ കൂടെ മറ്റ് 2 ആളുകൾ കൂടിയുണ്ട്, തങ്ങളുടെ കയ്യിൽ നാടൻ ബോംബുകളുണ്ട്, അതുപോലെ AR-15 റൈഫിൾസുമുണ്ട് എന്നാണ് വിളിച്ചു പറഞ്ഞത്. സ്പെസിഫിക്കലി മെൻഷനിങ് മെസ്സിയെ കൊല്ലും എന്ന് തന്നെ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഫോൺ കോള്. മറ്റൊരു ത്രെട്ട് പ്രധാനമായിട്ടും വന്നത് അർജൻറ്റീന വേഴ്സസ് ഈജിപ്ത് മത്സരത്തെക്കുറിച്ചാണ്. റൗണ്ട് ഓഫ് 16 മത്സരം. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്, എൻ്റെ ദേഹത്ത് ഘടിപ്പിച്ചിരിക്കുന്ന 4 ബോംബുകൾ ഞാൻ പൊട്ടിക്കും, അങ്ങനെ ലയണൽ മെസ്സിയെ വധിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ ഇത് ശരിക്കും പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രചരിച്ചിരുന്നത്. കൂടാതെ ആ മത്സരത്തിൻ്റെ സെയിം മാച്ചിൻ്റെ സമയത്ത് പോലീസിന് മറ്റൊരു കോൾ വന്നു. അതിലുണ്ടായിരുന്നത് 3 ബോംബുകൾ ആ സ്റ്റേഡിയത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. സ്റ്റാൻഡിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടെന്നായിരുന്നു. ഏതായാലും പിന്നീട് പോലീസ് വളരെ കൃത്യമായിട്ട് അവിടെ പരിശോധനകളൊക്കെ നടത്തുകയും അതൊരു ഫോൾസ് അലാമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിന് നായകളെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബോംബ് സ്ക്വാഡിലുള്ള നായകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ഒരു ഫോൾസ് അലാമാണ് എന്നുള്ളത് കണ്ടെത്തിയത്. ഈ സെക്യൂരിറ്റി ബ്രീച്ചസിൻ്റെ കാര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെയും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് FBI കൃത്യമായിട്ട് പറയുന്നത് ഒരു സസ്പീഷ്യസ് മാൻ, ഒരു സംശയകരമായ സാഹചര്യത്തിൽ ഒരാൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഡീറ്റെയിൽസ്, അദ്ദേഹം ഏത് റൂമിലാണ് താമസിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് 2 ദിവസത്തിന് ശേഷം ഹൂസ്റ്റൺ പോലീസ് ആളെ ലൊക്കേറ്റ് ചെയ്തു, അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏതായാലും പോർച്ചുഗീസ് ടീം എവിടെയാണോ സ്റ്റേ ചെയ്തത് സെയിം ഹോട്ടലിൽ നിന്നാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഇൻഡിവിജ്വലിനെയും ടൊറൻറ്റോയിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു എലവേറ്ററിലേക്ക് സ്നീക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ അറ്റംപ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ടൊറൻറ്റോയിൽ മറ്റൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പക്ഷേ അയാൾ പറഞ്ഞത് എനിക്ക് ക്രിസ്ത്യാനോക്കൊപ്പം സെൽഫി എടുക്കണമായിരുന്നു, അതിനുവേണ്ടി ശ്രമിച്ചതാണ് എന്നായിരുന്നു. ഏതായാലും അതും ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു. പിന്നെ 6000 ഹെയ്റ്റ് മെസ്സേജുകൾ ഫ്രഞ്ച് റഫറി ഫ്രാങ്കോയിസ് ലെറ്റക്സിയർക്കെതിരെ വന്നു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ റിപ്പോർട്ടിലുള്ളത്. 6000 മെസ്സേജുകൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വാട്സപ്പ് അക്കൗണ്ടിലൂടെ അർജൻറ്റീന വേഴ്സസ് ഈജിപ്ത് മത്സരം ഒഫീഷ്യേറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ലഭിച്ചു. അത് തന്നെയാണ് ആ ഗെയിമിലെ വാർ റഫറിക്കും സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ത്രെട്ടുകളുടെ കാരണം ഇവരുടെ വീടുകൾക്കും അതുപോലെ തന്നെ ഫാമിലീസിനും, ഫ്രാൻസിലുള്ള അവരുടെ ഫാമിലീസിനൊക്കെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുകയുണ്ടായി എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.